Hi, hello guys. Welcome back to my YouTube channel. I'm back with another vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചലഞ്ച് വീഡിയോ ആണ്. സ്റ്റഡി വിത്ത് മീ അണ്ടൽ ക്യാൻഡിൽ ഡൈസ്. അപ്പം എൻ്റെ ഈ ഒരു മെഴുകുതിരി ഉരുകാൻ ഏകദേശം 2.5 മണിക്കൂറൊക്കെ ആയിട്ടോ. അപ്പോൾ ഫോക്കസിന് പ്രശ്നമുള്ളവർ അല്ലെങ്കിൽ പഠിക്കാൻ മടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ചലഞ്ച് ചെയ്യാം. ഇതിൽ തന്നെ ഐസ് വെച്ച് ചെയ്യാം. സ്റ്റഡി വിത്ത് മീ അണ്ടിൽ ഐസ് മെൽസ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ചലഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫോക്കസിന് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ കമ്മ്യൂണിറ്റിയിലിട്ട പോളിൽ കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചലഞ്ചിനായിരുന്നു. അതുകൊണ്ടാണ് ഈ ചലഞ്ച് ചെയ്യുന്നത്. then അതിൽ കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. മാത്സ് സ്റ്റഡി ടിപ്സ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒന്നുകൂടെ പറയാം. മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ള വിഷയം ഞാൻ പഠിക്കുന്നത് ഞാനിപ്പോൾ എക്സാമിന് എൻ്റെ റിവിഷൻ ബാച്ചിൽ ചേർന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ അതിൻ്റെ ക്ലാസ് കാണും. അത് ഒത്തിരി ലെങ്തി ആണ്. എനിക്ക് ആ ചാപ്റ്റർ അത്യാവശ്യം അറിയാമെങ്കിൽ ക്ലാസ് കാണുന്നതിന് പകരം നേരിട്ട് നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ ചെയ്യും. അല്ല യൂട്യൂബിലെ ക്ലാസ് കാണും. യൂട്യൂബിലാകുമ്പോൾ ഒത്തിരി ലെങ്ത് കാണില്ല. അപ്പോൾ അതും കൂടെ കണ്ടു കഴിഞ്ഞ് ദെൻ പ്രീവിയസ് ഇയർ ചെയ്യും, ദെൻ NCERT ചെയ്യും. ഇങ്ങനെയാണ് ഞാൻ മാത്സ് പഠിക്കുന്നത്. ദെൻ ഞാനിപ്പം യൂട്യൂബിലാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ നേരെ പിന്നെ പ്രീവിയസ് ഇയർ ചെയ്യായിരുന്നു ആപ്പെടുത്ത്. പിന്നെ എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു NCERTയിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞു, കെമിസ്ട്രി ഫിസിക്സിനൊക്കെ NCERT നോക്കുന്നുണ്ടോ എന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെ മാത്സിന് നോക്കാനേ സമയം തികയുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇപ്പം ഞാൻ വിചാരിക്കുന്നു മോഡൽ എക്സാം കഴിഞ്ഞിട്ടൊരു 1.5 ആഴ്ച ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മോഡൽ എക്സാം എങ്ങനെയാണെന്ന് വിലയിരുത്തിയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ മാത്സ് മാത്രമേ കറൻ്റ്ലി NCERT ചെയ്യുന്നുള്ളൂ. അതും ഫുൾ ചെയ്യുന്നില്ല. ഞാൻ NCERT എടുത്തിട്ട് എനിക്ക് ടഫുള്ള ക്വസ്റ്റ്യൻസ് ടിക്കിട്ട് വെക്കും. എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻസ് ബാച്ചിൽ നോക്കും. അത് വെച്ച് ചെയ്യാറാണ്. അല്ലാതെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഞാൻ മാത്സ് കൊണ്ട് മാത്രമേ ഇരിക്കേണ്ടി വരും. വേറെ ഒരു വിഷയവും നോക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ്, എക്സാം ഈസി ആവുമോ ഹാർഡ് ആവുമോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ മാക്സിമം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചെന്ന് പറഞ്ഞ് അത് മാറാനൊന്നും പോകുന്നില്ല. ടെൻഷൻ അടിച്ചാൽ ഉള്ളതും കൂടെ പോകത്തേ ഉള്ളൂ. സോ നമ്മൾ നമ്മുടെ മാക്സിമം ചെയ്യുക. പിന്നെ വരുന്നത് പോലെ വരട്ടെ. മാക്സിമം പ്രീവിയസ് ഇയർ ചെയ്യുക. അപ്പം നമുക്ക് എക്സാം ഫിയർ ഒക്കെ കുറേ മാറിക്കിട്ടും. അതേപോലെ തന്നെ എക്സാമിന് ആ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിയൊക്കെ നന്നായിട്ട് മനസ്സിലാവും. അപ്പം അതിനൊക്കെ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ഈ പേടി അങ്ങോട്ട് മാറ്റി വെക്കുക. നമ്മൾ നമ്മുടെ മാക്സിമം ചെയ്യുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഞാനത് കമൻറ്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ടെൻഷൻ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ബി കൂൾ ഗൈസ്. എനിക്ക് കഴിഞ്ഞ വർഷം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അത്ര പേടിയില്ല. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെല്ലൈക്കണിൽ ഓളൊന്നുകൂടെ ക്ലിക്ക് ചെയ്യാമെങ്കിൽ മാത്രമേ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻസും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നു, അതൊക്കെയാണ് അടുത്ത വീഡിയോ ഇടാനുള്ള മോട്ടിവേഷൻ ഈ ഒരു എക്സാം ടൈമിലും. അപ്പോൾ എന്തായാലും ഞാൻ ഒരു 8:45 ആയപ്പോഴത്തേക്ക് ആ ഒരു ടൈമർ തീർന്നിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂറിനാണ് 2 മണിക്കൂറും 5 മിനിറ്റത്തേക്കുമാണ് ടൈമർ വെച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയമായപ്പോഴത്തേക്ക് മെഴുകുതിരി അത്രേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെയും ഒരു 20 മിനിറ്റ് ഇരുന്ന് പഠിച്ചു. പിന്നെ അത് ഞാൻ എടുത്തില്ല. എനിക്കറിയാം നല്ല ചെറിയ വീഡിയോ ആണെന്ന്. ഇത് ഏകദേശം 20 മിനിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ സ്പീഡിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 3 മിനിറ്റത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കണ്ട് തന്നെ വീണ്ടും വീണ്ടും കണ്ട് ബോറടിപ്പിക്കേണ്ടല്ലോ എന്നോർത്താണ് അത്യാവശ്യം സ്പീഡിലിടുന്നത്. അപ്പോൾ ടൈം ലാപ്സ് കാണാൻ ഭംഗിയാണല്ലോ. എനിവേ ബൈ ബൈ.